കേരളത്തോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. ഇത്തവണ മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ വലിയ പോരാട്ടമാണ് അവിടെ അഭിമുഖീകരിക്കുന്നത്. കാരണം നടൻ വിജയുടെ പാർട്ടി കൂടി സജീവമായി വന്നിരിക്കുന്നു തമിഴ്നാട്ടിൽ. അതുകൊണ്ട് തന്നെ ബീഹാറിൽ കൊടുത്തതുപോലെ ഒരു വലിയ തുക കയ്യിൽ വെച്ച് കൊടുക്കാനാണ് DMK-യുടെ തീരുമാനം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ DMK തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഈ പൊങ്കൽ കാലയളവിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വലിയ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാണ്ഡക്കെട്ടഴിച്ച് പ്രഖ്യാപനം നടത്താൻ പോവുകയാണ്. കേരളത്തോടൊപ്പം തന്നെ ഏപ്രിൽ മാസത്തിലായിരിക്കും തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്നുള്ളത് സ്റ്റാലിൻ മനസ്സിലാക്കി കഴിഞ്ഞു. സംസ്ഥാന ഭരണത്തിലിരിക്കുന്ന DMK-ക്ക് ഇത്തവണ ശക്തമായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് AIADMK-യും BJP-യും ഒപ്പം നിൽക്കുന്നു. ഇതുവരെ എല്ലാ തെരഞ്ഞെടുപ്പിലും അവർ ഒന്നിച്ചാണ് മത്സരിച്ചത്. ഇത്തവണയും ഭരണം പിടിക്കാനുള്ള ഒറ്റ ലക്ഷ്യവുമായി ഇറങ്ങിയ BJP വീണ്ടും AIADMK-യുമായി സഖ്യത്തിലെത്താനാണ് സാധ്യത. അതിനു പുറമെ വിജയ് രൂപീകരിച്ച TVK-യും രംഗത്ത് സജീവമായി ഉണ്ട്. അതിന് വലിയ ആൾക്കൂട്ടമാണ് എപ്പോഴും കാണുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വൻ പ്രഖ്യാപനങ്ങൾ നടത്താൻ DMK സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാർ നൽകുന്ന പൊങ്കൽ കിറ്റിൽ പണം കൂടി നൽകിയേക്കുമെന്ന കാര്യം തമിഴ്നാട് കൈത്തറി ടെക്സ്റ്റൈൽസ് മന്ത്രി R. ഗാന്ധി വ്യക്തമാക്കി കഴിഞ്ഞു. കിറ്റ് വിതരണം സംബന്ധിച്ച പ്രഖ്യാപനം മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ ഇന്നോ നാളെയോ നടത്തിയേക്കും. പൊങ്കൽ സമ്മാന വിതരണത്തിനുള്ള എല്ലാം ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞതായും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. ജനുവരി 10-നകം തന്നെ അർഹരായ എല്ലാ വീടുകളിലേക്കും സർക്കാരിൻ്റെ പൊങ്കൽ സമ്മാനം എത്തിയേക്കും. 14-നാണ് പൊങ്കൽ നടക്കുന്നത്. സാധാരണഗതിയിൽ 1 കിലോ പച്ചരി, അതുപോലെ പഞ്ചസാര, പരിപ്പ്, വെളിച്ചെണ്ണ, 1 കരിമ്പ് എന്നിവ അടങ്ങുന്ന കിറ്റാണ് ഈ പൊങ്കൽ ഉത്സവത്തിന് സർക്കാർ വിതരണം ചെയ്യാറുള്ളത്. 2021-ലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അന്ന് അധികാരത്തിലുണ്ടായിരുന്ന AIADMK സർക്കാർ പൊങ്കൽ കിറ്റിനൊപ്പം 2500 രൂപയും ജനങ്ങൾക്ക് നൽകിയിരുന്നു. പക്ഷെ ഗുണമുണ്ടായില്ല, പണം പോയി എന്ന് മാത്രം. അധികാരത്തിൽ വന്നത് M.K. സ്റ്റാലിനും. ഇതുവരെ തമിഴ്നാട് സംസ്ഥാനത്ത് പൊങ്കലാഘോഷത്തിന് നൽകിയ ഏറ്റവും ഉയർന്ന തുകയും ഇത് തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്ന DMK സർക്കാർ ഈ തുക 1000-ആക്കി കുറച്ചിരുന്നു അതിനിടയിൽ. കാരണം കടുത്ത സാമ്പത്തിക ഞെരുക്കം നേരിടുന്ന സാഹചര്യത്തിൽ തമിഴ്നാടിനെ ഒന്ന് ലെവലാക്കി കൊണ്ടുവരാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലെത്തിയത്. കഴിഞ്ഞ വർഷം പണം നൽകുന്നത് പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു. എന്നാൽ ഇത്തവണയും അങ്ങനെ പോയാൽ പണി കിട്ടുമെന്ന് DMK-ക്കും സ്റ്റാലിനും ഉറപ്പായിരിക്കുന്നു. ഇത്തവണ കൈനിറയെ സമ്മാനം കൊടുക്കാനാണ് തീരുമാനം. DMK സർക്കാർ 3000 രൂപ പൊങ്കൽ സമ്മാനമായി നൽകിയേക്കുമെന്നാണ് ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കിയത്. എന്നാൽ ഇപ്പോൾ അത് 5000 രൂപയായി ഉയർത്തണം എന്നുള്ളതാണ് ഏറെക്കുറെ ഉറപ്പായത്. എന്തായാലും തുക സംബന്ധിച്ച് 1-2 ദിവസങ്ങൾക്കുള്ളിൽ വ്യക്തത ഉണ്ടാക്കിയേക്കും. ബീഹാറിൽ 10000 രൂപ നൽകിയ അവസ്ഥയ്ക്ക് തമിഴ്നാട്ടിൽ ഭരണം നിലനിർത്താൻ, ജനങ്ങളെ സന്തോഷിപ്പിച്ച് നിർത്താൻ 5000 രൂപ തന്നെ നൽകുമെന്ന സൂചനയാണ് M.K. സ്റ്റാലിൻ നൽകുന്നത്.